ഇപ്പോൾ മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്ന 2 ടൈപ്പ് സാധനമാണ്. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും. അപ്പം സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബിൾഡ് ഡാറ്റയെ വെച്ചിട്ടാണ് മോഡൽസിനെ ട്രെയിൻ ചെയ്യുക. അതായത് ഒരു ഇൻപുട്ടും ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രെഡിക്റ്റഡ് ആയിട്ട് തന്നെ ഓൾറെഡി ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. ആ സാധനം വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പോൾ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലേബിൾഡ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേപോലെ ഉണ്ടാവുന്ന ഡാറ്റയ്ക്കാണ് ലേബിൾഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഗോൾ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്കം, അൺസീൻ ആയിട്ടുള്ള ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, സപ്പോർട്ട് വെക്ടർ മെക്കാനിസം, പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സാധനമാണ്. ഈ സൂപ്പർവൈസ് ലേണിങ്ങിന്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത് ഇമെയിൽ സ്പാം ഫിൽറ്ററിങ്ങിനൊക്കെ വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇമെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്പാം ആണോ അല്ലേ എന്ന് വേണ്ടി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഇതിനെ ട്രെയിൻ ചെയ്ത് വെക്കും. ഇപ്പോൾ ഓൾറെഡി ഡാറ്റ കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മെയിലിൻ്റെ അകത്ത് ഫ്രീ, അതേപോലെ വിന്ന്, അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ വെച്ച് ട്രെയിൻ ചെയ്തിട്ട് അത് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്യും. ഇതിപ്പം സ്പാം ആണ്, ഇതിൻ്റെ അകത്ത് ഇന്ന കീവേഡ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇത് സ്പാം ആണ്, ഇത് സ്പാമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അത് റെക്കഗ്നൈസ് ചെയ്ത് വെക്കും. പിന്നെ ഇത് ഇമേജ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമുക്കൊരു ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്യാറ്റ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ട് അതിനെ ഇത് ക്യാറ്റ് ആണെന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് കാണുമ്പം അതിന് ഓട്ടോമാറ്റിക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആ സാധനം. പിന്നെ ഇതിൽ പ്രൈസ് പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു വീട് ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ ഈ ഓഫീസ് സ്പേസിൻ്റെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റും അതേപോലെ ഈ ഡെക്കറേഷൻസ് ചെയ്തതും എല്ലാ സാധനങ്ങളും ഒരുപാട് ഇതിൻ്റെ ഓൾറെഡി ഡാറ്റാസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ചെയ്തത്, ഇതിനൊക്കെ ഇങ്ങനെ ആവറേജ് കോസ്റ്റ് ആയിരുന്നില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതേപോലെ ഒരു സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഡാറ്റ വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനും എടുക്കാൻ പറ്റും. അതൊക്കെയാണ് സൂപ്പർവൈസ് ലേണിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബിൾഡ് അല്ലാത്ത ഡാറ്റയാണ്. ഇത് സ്ട്രക്ചേഴ്സും പാറ്റേണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺസൂപ്പർവൈസ്ഡ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിഡൻ പാറ്റേൺസും ഗ്രൂപ്പിംഗ്സും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് പറയുന്ന കെ മീൻ ക്ലസ്റ്ററിങ്, പ്രിൻസിപ്പൽ കോമ്പൗണ്ട് അനാലിസിസ്, അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കസ്റ്റമർ സെഗ്മെന്റേഷന് വേണ്ടിയിട്ടാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഷോപ്പ് ചെയ്യുന്ന അവരുടെ ബിഹേവിയർ പാറ്റേൺ അത് പഠിക്കുക, എന്നിട്ട് അത് ബേസ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സാധനം എന്താണെന്നുള്ളത് അതേ ഏജ് ഗ്രൂപ്പും അതേ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ സാധനത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അനോമലി ഡിറ്റക്ഷൻ, അതായത് അൺനോൺ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ സ്പാം ഒക്കെ ഒരുപാട് ഒരു സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അൺയൂഷ്വൽ പാറ്റേൺസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോഡ് ഡിറ്റക്ഷൻ, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റ് ബക്കറ്റ് അനാലിസിസ് ആണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതേ സാധനത്തിൻ്റെ കൂടെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഫോണിൻ്റെ കൂടെ എന്തായാലും ചാർജർ വാങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെയല്ലേ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആരൊക്കെ എന്തൊക്കെ ഫോൺ വാങ്ങുമ്പോൾ ഏതൊക്കെ ചാർജറാണ് വാങ്ങുന്നതെന്ന് വരുമ്പോൾ അതേ റെക്കമെൻഡേഷൻ ആയിട്ട് ഓട്ടോമാറ്റിക് വരും. ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റെക്കമെൻഡേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കയറിയിട്ടുണ്ട്, ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതേ ഫ്ലോയിലും അതേ ഇതിലും പാറ്റേണിലും ഇല്ലേ സോങ് ആണല്ലോ നമുക്ക് നെക്സ്റ്റ് പ്ലേ ആയിക്കൊണ്ടിരിക്കുക. അതേപോലെ മൂവീസ് കാണുമ്പോഴും ഇപ്പം ഒരു സയൻസ് ഫിക്ഷൻ മൂവീസാണ് നമ്മൾ മോസ്റ്റ്ലി കാണുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷൻ തന്നെ നമുക്ക് ഇങ്ങനെ റെക്കമെൻഡേഷൻ ആയിട്ട് വരും. അങ്ങനത്തെ സാധനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ യൂസും